ഒരു വാദഗതി എന്ന് പറഞ്ഞാൽ പ്രായമായ അമ്മയമ്മയെ നേരെയാക്കാൻ പറ്റത്തില്ല. മരുമകൾ തന്നെ സ്വന്തമായിട്ട് നേരെയാവുന്ന നല്ലത്. അതെ, കല്യാണം കഴിഞ്ഞ് ഞാൻ ചെറിയ എത്ര വർഷം കല്യാണം കഴിച്ചിട്ട്? 21 വയസ്സിൽ കല്യാണം കഴിച്ചു. അപ്പം ആ വീട്ടിൽ ചെന്ന് ഞങ്ങള് വീട്ടിൽ 3 കുട്ടികളെ. ഇപ്പൊ ആലോചിക്കുമ്പോ ബുദ്ധിപരമായ തീരുമാനമായിരുന്നു കല്യാണം കഴിച്ചത്? കുഴപ്പമില്ല എന്ന് വെച്ചാല് നല്ലൊരു ഫാമിലിയിലാണ് ചെന്നത്. അപ്പൊ അവിടെ അതൊരു വലിയ ഫാമിലി ആയിരുന്നു, 9 മക്കളായിരുന്നു. നല്ലൊരു ഫാമിലിയിലേക്ക് ചെന്ന് കയറുകയെന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല, ഇപ്പം അല്ല, അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് ഹസ്ബൻഡിന്റെ ചേട്ടൻ കോർപ്പിസ്കോപ്പ എന്ന് പറഞ്ഞൊരു സ്ഥാനമൊക്കെ വഹിക്കുന്ന ഒരു വലിയ പദവിയിലിരിക്കുന്ന ആളാ. അപ്പം കുറച്ച് ഓർത്തഡോക്സ് സഭാ സ്വാധീനമൊക്കെ ഉണ്ട്. അതെ. അപ്പം അവരെ 9 മക്കളാണ്. ഏറ്റവും ഇളയതായിരുന്നു ഹസ്ബൻഡ്. അപ്പം ഏറ്റവും ഇളയ മകനോട് അമ്മയ്ക്ക് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവുമല്ലോ. അപ്പം അവിടെ ചെന്നപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്, ഒരു വലിയ ഫാമിലി ചെന്ന് കയറിയതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എടുക്കേണ്ടി വന്നു. കാരണം ഏറ്റവും ഇളയ മരുമകളാണല്ലോ. അപ്പം അത് പക്ഷെ ഞാൻ റെഡിയാക്കി, കുഴപ്പമൊന്നും ഇല്ലാതെ റെഡിയാക്കി. പിന്നെ ഒരു 2-3 വർഷത്തിനുള്ളിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. ഇനി ചർച്ച ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞപ്പോഴേ അമ്മായിമ്മ എന്താ പറഞ്ഞേ? അമ്മ ഞങ്ങള് വേറെ താമസിക്കും. നിങ്ങൾ നേരത്തെ തന്നെ വേറെ മാറി. ഇന്നത്തെ ചിന്താഗതിയാണ് മാറേണ്ടത്. അതായത് കല്യാണം കഴിക്കുന്നത് മകനാണ്. ഇന്ന് പല വീടുകളിലും നമ്മൾ ചോദിക്കുമ്പോൾ ഇന്നും അച്ഛനും അമ്മയ്ക്കൊക്കെ വയസ്സായി, ഒരു കല്യാണം കഴിക്കണം. അതായത് ആ ചിന്താഗതി മാറിയിട്ടില്ല. അച്ഛനും അമ്മയ്ക്ക് വയസ്സാകുമ്പോൾ അവരെ നോക്കാൻ വേണ്ടിയാണ് കല്യാണം എന്ന ചിന്താഗതി ഇന്നും തുടരുന്നു. ഭർത്താവിന് വേണ്ടിയല്ല കല്യാണം. നിങ്ങളുടെ അഭിപ്രായം ശരിയല്ല. അല്ല, ആ അഭിപ്രായം ശരിയല്ല. അച്ഛന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടിയല്ല കല്യാണം, അദ്ദേഹത്തിന് വേണ്ടി കല്യാണം കഴിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് വിഷയം തുടങ്ങുന്ന അവിടെയാണ് വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നും പല വീടുകളില് കിടപ്പ് രോഗികളായ അച്ഛനും അമ്മയും ഉള്ളപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോ എന്നോട് പറയുക, അവരെ അമ്മാവൻ എന്നോട് പറയുന്നത്, ഇവരെ നോക്കാൻ ഒരാൾ വേണം, മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. ഈ ചിന്താഗതി എന്ന് മാറുന്നു. അത് കേരളീയരുടെ തനി സ്വഭാവമാണ്.